Good morning, everyone. Good morning, ma'am. Good morning, ma'am. Okay, morning to all. Morning, ma'am. Yeah, morning. Start ചെയ്യാം കുറച്ച് പേരേ ഉള്ളൂ പക്ഷെ ടൈം വേസ്റ്റ് ചെയ്യാനില്ല. Let's start today's session with prayer. Okay? Start ചെയ്തോളൂ കേട്ടോ. Dear God, thank you for this beautiful day. Bless our teachers, parents, and friends. Help us to learn new things, be kind to everyone, and do our best. Do our best today. Give us happy heart and a peaceful mind. Thank you, Almighty. I would like to welcome Ashwati ma'am and all my dear friends to the class. Ma'am, let's begin the class. Yeah. Okay. ഞാൻ ആരെയും വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ടൈം ആയിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൺഗേഡ് കംപ്ലീറ്റ് ചെയ്തു. So today we are going to discuss about the next chapter as a question tag. Okay. Question tag ne kurichu ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഇൻട്രോ അല്ലെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതില് ടാഗ് എന്താന്ന് ഞാൻ പറഞ്ഞു. സോ ദ ഫസ്റ്റ് റൂൾ അല്ലെ നിങ്ങൾ നോട്ട് എഴുതിയായിരുന്നോ ക്വസ്റ്റ്യൻ ടാഗിനെ? ഫസ്റ്റ് റൂൾ എഴുതി വെച്ചു മാം. എഴുതി വെച്ചു. ഓക്കെ. അപ്പൊ ടാഗ് പോസിറ്റീവ് സോറി സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഇവിടെ കാണുന്ന കുറച്ച് നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കെയർലി, റെയർലി ആൻഡ് സെൽഡം. ദീസ് ആർ ദ നെഗറ്റീവ് വേർഡ്സ്. ഓക്കെ, ഈ ഏതെങ്കിലും ഒരു വേർഡ് സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. കാരണം നമുക്ക് ഓൾറെഡി നെഗറ്റീവ് എന്ന് പറയുന്നത് നോട്ട് വരണം അല്ലെ. ഷീസ് നോട്ട് ഗുഡ് ഗേൾ എന്ന് പറയുന്നത് നോട്ട് വന്നത് കൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവിടെ നോട്ടില്ലെങ്കിൽ പോലും ഈ പറയുന്ന ലിറ്റിൽ, ഫ്യൂ, ഹാർഡ്ലി, സ്കേർലി, റെയർലി ആൻഡ് സെൽഡം എന്ന് പറയുന്ന നെഗറ്റീവ് വേർഡ്സ് വരാം. അങ്ങനെ നെഗറ്റീവ് വേർഡ്സ് വരുമ്പോഴും ആ സെന്റൻസ് എന്തായിട്ട് മാറും? നെഗറ്റീവ് ആയിട്ട് മാറും. അവിടെ നോട്ടിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? അങ്ങനെ ആ സെന്റൻസ് നെഗറ്റീവ് ആകുമ്പോ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എ ഫ്യൂ, എ ലിറ്റിൽ, ഒരു എ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേർഡ് എന്തായിട്ട് മാറും? പോസിറ്റീവ് ആണ്. ഓക്കെ, അവിടെ അത് നെഗറ്റീവ് വേർഡ്സ് അല്ല, അവിടെ പോസിറ്റീവ് വേർഡ്സ് ആണ്. അപ്പൊ നോർമലി അല്ലെ സെന്റൻസ് പോസിറ്റീവ് ആയിരിക്കും, സോ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് കുറച്ച് നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. ആ നെഗറ്റീവ് വേർഡ്സ് എന്തൊക്കെയാണ് എഴുതി വെക്കും കേട്ടോ. ലിറ്റിൽ, few, hardly, scarcely, rarely, and seldom. These are the negative words. And next one is a few, a little. These are positive words. അങ്ങനെ എഴുതി വെക്കും. അപ്പൊ ഈ നെഗറ്റീവ് വേർഡ്സും പോസിറ്റീവ് വേർഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാല് സെന്റൻസ് നെഗറ്റീവ് ആകും, അതുപോലെ തന്നെ പോസിറ്റീവ് ആകും. ഓക്കെ, അപ്പൊ ഏതൊക്കെ വേർഡ്സ് ഒക്കെയാണ് നെഗറ്റീവ് വേർഡ്സ് എന്നും ഏതൊക്കെ വേർഡ്സ് പോസിറ്റീവ് ആണെന്നും അത് വരുമ്പോ എങ്ങനെയാ നെഗറ്റീവ് ആകാം എന്ന് എഴുതി വെക്കും കേട്ടോ. കുറച്ച് എക്സാമ്പിൾ നോക്കി നിങ്ങൾ. A few people listen. Few people listen എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഡു ദേ വന്നിരിക്കുന്നത്. പോസിറ്റീവ് ടാഗ് വരണം. A little progress has been learned. A little progress. A little യൂസ് ചെയ്തുകൊണ്ട് ആ സെന്റൻസ് പോസിറ്റീവ് ആണ്. അതും ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. Hadn't it എന്ന് വരും. ഓക്കെ, hadn't it. അപ്പൊ സെക്കൻഡ് റൂൾ എഴുതിക്കോളൂ കേട്ടോ. കംപ്ലീറ്റ് ആയോ? ഓക്കെ, കംപ്ലീറ്റ് ആയോ? രണ്ട് റൂൾ എഴുതി കഴിഞ്ഞോ? ഇനി തേർഡ് ഫോറും ഞാൻ നമ്മൾ ടാഗ് പറഞ്ഞതിന് ശേഷം ഞാൻ അത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇവിടെ നോക്കിയേ, നമുക്ക്
സെന്റൻസിൽ ഓക്സിലറീസ് ഉണ്ടാവും. ഓക്കെ, ഹെൽപ്പിംഗ് വേർബ്സ് ഉണ്ടാവും. ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ പറയുന്ന ഹെൽപ്പിംഗ് വേർബ്സ് ആയിരിക്കും അല്ലെ. സോ ഈ ഹെൽപ്പിംഗ് വേർബ്സ് എല്ലാം എന്താകും? നെഗറ്റീവ് ആകണം അല്ലെ. നെഗറ്റീവ് എങ്ങനെയാകാം? ഈസ് എന്താകും? ഈസിന്റെ ആകും. ഈസ് നോട്ട്, ഈസിന്റെ പറയാം. ആം എന്താകും? ആറിന്റെ ആകും. ആം ആറിന്റെ. നോക്കി അത് നോട്ട് ചെയ്യണം കേട്ടോ. ആം എന്താകും? ഒരിക്കലും ആമിന്റെ എന്ന് പറഞ്ഞൊരു വേർഡ് ഇല്ല കേട്ടോ. ആം എന്താകും? ആറിന്റെ ആകും. ആരോ സെയിം തന്നെയാണ്, ആറിന്റെ തന്നെയാണ്. അപ്പൊ ആമും ആറിന്റെയും നെഗറ്റീവ് വേർഡ്സ് എന്ന് പറയുന്നത് ആറിന്റെ തന്നെയാണ്. നോട്ട് ചെയ്ത് വെക്കാം. ബാക്കിയൊന്നും കൺഫ്യൂസിങ് ആകില്ല, പക്ഷെ ഇത് കൺഫ്യൂസിങ് ആയിരിക്കും. ആമിന്റെയും ആറിന്റെയും നെഗറ്റീവ് വേർഡ് എപ്പോഴും സെയിം ആയിരിക്കും, ആറിന്റെ ആയിരിക്കും. ഓക്കെ, പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ വാസ് എന്താകും? വാസിന്റെ ആകും. വേർ, വെയറിംഗ്, ഹാസ്, ഹാസിൻ, ഹാവ്, ഹാവ് ഇറ്റ്, ഹാഡ്, ഹാഡ് ഇറ്റ്, ഡു, ഡോണ്ട്, ഡസ്, ഡസിൻ, ഡിഡ്, ഡിഡിൻ, ക്യാൻ, കാൻറ്റ്, could, couldn't, will, won't, would, wouldn't, may, mayn't, might, mightn't, shall, shan't, should, shouldn't, must, mustn't, need, need not, needn't, dare, daren't, used വരുമോ? didn't. കാരണം used is a past അല്ലെ, past sentence ആണ്, അല്ലെങ്കിൽ past word ആണ്. So didn't വരും, ought, oughtn't. ഇങ്ങനെയാണ് നെഗറ്റീവ് വേർഡ്സ് വരുന്നത്. ക്ലിയർ ആയോ? ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ. സബ്ജക്റ്റിന് മാറ്റം അറിയാലോ. മെയിൽ ഓർ ഫീമെയിൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹി ഓർ ഷി ആഡ് ചെയ്യാം. എന്താണ് ദേ ആണെങ്കിൽ ദേ തന്നെ പറയും. അത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ക്ലിയർ? ഇവിടെ നോക്കിയേ, ഹി ഈസ് നോട്ട് ഹിയർ. He is not here. ഇവിടെ ഓക്സിലറീസ് നമുക്ക് ഡയറക്റ്റ്ലി ഓക്സിലറീസ് അവിടെ ഉണ്ട് അല്ലെ, ഈസ് ഉണ്ട്. അതിന്റെ കൂടെ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം അത് എന്താണ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ടാഗ് എന്ത് വരണം? Is he? യെസ്, ഈസ് ഹി വരും. ഈസിന്റെ ആണ്, അവിടെ ഈസ് നോട്ട് ഉള്ളത് കൊണ്ട് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഓക്സിലറി ഈസ് അല്ലെ, ഈസ് ഫസ്റ്റ് ആഡ് ചെയ്യണം. ദെൻ സബ്ജക്ട് എന്താണോ അതാണ് വരുന്നത്. അപ്പൊ ഈസ് ഹി ആണ് ടാഗ് വരുന്നത് കേട്ടോ. അത് പോസിറ്റീവ് ടാഗ് ആണ്, ഈസ് ഹി ആണ് വരാൻ. ഇനി മിനി ഈസ് ഇൻ ദ ക്ലാസ്. ടാഗ് പറയൂ. Isn't she? Isn't she? കാരണം സ്റ്റേറ്റ്മെന്റ് എന്താണ്, പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് എന്ത് വരും? നെഗറ്റീവ് ആകും. ഈസ് അല്ലെ, ഈസിന്റെ കൂടെ നെഗറ്റീവ് ടാഗ് വരും. സോ ഈസിന്റ് വരും. ഈസിന്റ് ഷീ. മിനി എന്ന് പറഞ്ഞ് ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രോണൗൺ ആയ ഷീ യൂസ് ചെയ്യും. അപ്പൊ ഈസിന്റ് ഷീ. സാം ഈറ്റ്സ് ടു മച്ച്. സാം ഈറ്റ്സ് ടു മച്ച്. എന്ത് വരും? Doesn't he? Doesn't he? Yeah. ഈറ്റ്സ്. ഈറ്റ്സ് എങ്ങനെ വന്നു? അവിടെ ഡയറക്ട്ലി നമുക്ക് ഓക്സിലറീസോ ഹെൽപ്പിംഗ് വേർബ്സോ ഒന്നുമില്ല. പക്ഷെ ഈറ്റ്സ് ഉണ്ട്, വേർബ് ഉണ്ട് അല്ലെ. ഈറ്റ്സ് എന്ന് കാണുമ്പോൾ തന്നെ അറിയാം അത് സിംഗുലർ വേർബ് ആണ് അല്ലെ. ഈറ്റ്സ്. ഈറ്റ്സ് വരാൻ കാരണം ഈറ്റ് പ്ലസ് ഡസ് ആണ് ഈറ്റ്സ് അല്ലെ. അപ്പൊ ഡസ് ഉണ്ട്. ആ ഡസിനെയാണ് നമ്മൾ ടാഗില് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ എന്ത് വരും? ആ ടാഗ് എന്താണ്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പോസിറ്റീവ് ആണ്. സാം ഈറ്റ്സ് ടു മച്ച്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് ടാഗ് വരണം. അപ്പൊ ഇവിടുത്തെ ഹെൽപ്പിംഗ് വേർബ് ഏതാണ്? ഡസ് ആണ്. അപ്പൊ ഡസിന് നെഗറ്റീവ് എന്താണ്? ഡസിന്റ് ആണ്. സാം ആരാണ്? മെയിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹി ആഡ് ചെയ്യും. അപ്പൊ ഡസിന്റ് ഹി എന്ന് വരും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി സെയിം ക്വസ്റ്റ്യൻ തന്നെ. സാം ate too much ആണെങ്കിലോ? Didn't she? Sam ate too much. Ate എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഏത് വേർബാണ് വരാ? അവിടെ ഏത് ഹെൽപ്പിംഗ് വേർബ് ആണുള്ളത്? ഡിഡ് ആണ് അല്ലെ. ഡിഡ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് വരും? Didn't he വരും. ഓക്കെ, ക്ലിയർ? ഇനി സാം വേണ്ട. I eat too much ആണെങ്കിലോ?
ഐ ഈറ്റ് ടു മച്ച് ആണെങ്കിലോ എന്ത് വരും? Do, don't, Don't you? don't he. Do not he. ഡോണ്ട് ആണ് സംബന്ധിച്ചു. Don't you? ഐ എന്താ? You? എന്ത് വരും? ഡോണ്ട് You ആണ്. Don't you? ഡോണ്ട് യു വരും കേട്ടോ. ഓക്കെ, ഐ ഒക്കെ ആണെങ്കിൽ ഡോണ്ട് യു. ഇവിടെ അറിയാലോ പ്ലൂറൽ ആണ്, ഡു ആണ് വരാം. ഡു നെഗറ്റീവ് ആണ്, ഡോണ്ട് ആണ്. ഐ എന്താക്കും? യു ആയിട്ട് മാറും. ഡോണ്ട് യു ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഡോണ്ട് യു എന്ന് വരുന്നത്. മനസ്സിലായോ? ഓക്കെ, ഡോണ്ട് യു. അപ്പൊ ഡു, ഡസ്റ്റ് ഇറ്റ്, ഇത് മൂന്നും മനസ്സിലായല്ലോ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ആൻസർ ചെയ്യാം. കുറച്ച് ആൻസർ പറഞ്ഞത് നിങ്ങള്. സിമി ഡസ് നോട്ട് ഈറ്റ് മച്ച്. സിമി ഡസ് നോട്ട് ഈറ്റ് മച്ച്. എന്ത് വരും? ടാഗ് എന്ത് വരും? Does he. He. Does she. Okay, സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഡസ് ഷീ. യു ഷുഡ് നോട്ട് സ്മോക്ക്. യു ഷുഡിൻ സ്മോക്ക് ആണെങ്കിൽ ടാഗ് Did you? Should you. ആണോ? ഷുഡ് യു. ഷുഡ് ഓൾറെഡി അവിടെ ഉണ്ടല്ലോ അല്ലെ? ഷുഡിന്റെ ആണ് പറഞ്ഞത്. അപ്പൊ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ഷുഡ് യു വരും. ഷി ഹാസ് ഫിനിഷ്ഡ്. Has been. Didn't she. Has been. അവിടെ ഹെൽപ്പിംഗ് വേർബ് ഉണ്ടല്ലോ, ഹാസ് ഉണ്ടല്ലോ. Hasn't. Hasn't she? Okay. Varun has not finished the work. Has he? Has he. Has he. He, correct. Okay, ഇനി നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്യണേ. ടീന is a dull girl. അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒന്ന് ആൻസർ ചെയ്തേ. ആൻസറിക്ക് ടെക്സ്റ്റ് ചെയ്താൽ മതി എല്ലാവരും. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യും. ഹി സാങ് വെല്ല് തുടങ്ങി ടീന is a dull girl വരെയും നിങ്ങൾ ആൻസർ ടാഗ് മാത്രം നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ആരും പറയണ്ട, ടെക്സ്റ്റ് ചെയ്യും. ഓക്കെ, മിസ്റ്റേക്സ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണേ. എവിടെ തൊട്ടാ മിസ്സേ? ഹി സാങ് വെൽ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലേ? ഓക്കെ ഓക്കെ.
ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, ഐ ടു മച്ച്. സബ്ജക്ട് ഏതാണെങ്കിലും ആ സബ്ജക്റ്റിന് ചേഞ്ചസ് ഒന്നും വരില്ല കേട്ടോ. യു ആയിരിക്കില്ല, ഐ തന്നെയാണ്. ഓക്കെ, അതിന്റെ മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഓക്കെ, ഐ തന്നെയാണ്. ഇപ്പോ എന്താണെങ്കിലും ഐ ടു മച്ച്, അപ്പൊ എന്ത് വരും? ഡോണ്ട് ഐ. എല്ലാരും സബ്ജക്ട് എന്താണോ ആ സബ്ജക്ട് തന്നെയായിരിക്കും ടാഗിലും വരാം. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ഇനി ആരെങ്കിലും ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ആൻസർ പറയട്ടെ? ടൈപ്പ് ചെയ്യുന്നുണ്ടോ ആരെങ്കിലും? ടൈപ്പിംഗ് ആണോ? പറയൂ, പറഞ്ഞാൽ അറിയും. വെയിറ്റ് ചെയ്യണോ? എന്ത് ചെയ്യണം? പറയൂ. മാം എന്റെ യു എന്നുള്ളത് അതിന് മാറ്റാൻ ബഹളാണ്. ടൈപ്പ് ബുദ്ധിമുട്ടുണ്ട്. ആയിട്ട് കറക്റ്റ് ചെയ്തോ? വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ, ഞാൻ ആൻസർ പറയാനുണ്ടോ? ഓക്കെ, ഹി സാങ് വെൽ. ഹി സാങ് വെൽ എന്ന് പറയുന്നത് സാങ് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ? ഇപ്പൊ എന്ത് വരും? ഡിഡ്ന്റ് ഹി. ഓക്കെ, സാങ് വെൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, സോ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഡിഡ്ന്റ് ഹി വരും. ആൻഡ് ലൈല ഡിഡ് നോട്ട് സിങ് വെൽ. ഡിഡ് ഷി? She has been to Switzerland, hasn't she? She has not been to England, has she? They walk very fast, don't they? They do not walk very fast, do they? They are learning English, aren't they? They are not learning French, are they? I didn't hurt you, did I? I hurt you. എന്ത് വരും? Didn't I? I'm a little late. Aren't I? Okay, I'm a little late എന്ന് പറയുമ്പോൾ എന്ത് വരും? Aren't I? I'm in a negative, aren't ആണ്. അപ്പൊ aren't I? I'm not late. Am I? നേരെ തിരിച്ചിടാം അത്. Okay, am I? I'm not late എന്ന് പറയുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ am I എന്ന് ചോദിക്കാം. ഓൾറെഡി നമുക്ക് അവിടെ ഹെൽപ്പിംഗ് വെർബ് am ഉണ്ട് അല്ലെ? അപ്പൊ am I എന്ന് ചോദിക്കാം കേട്ടോ. am I? അവിടെ ആറ് വരില്ല കേട്ടോ, am തന്നെയാണ്. കാരണം അമ്മയെ നമ്മൾ ചോദിക്കാറുണ്ട്, നമുക്കറിയാം അതൊരു ഓക്സിലറി വെർബ് ആണ് അല്ലെ? am എന്ന് പറഞ്ഞ ഓക്സിലറി വെർബ് ആണ്.
അതിന് നെഗറ്റീവ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. പോസിറ്റീവ് ഉണ്ടല്ലോ, ആം ഉണ്ടല്ലോ, അപ്പൊ ആം ഐ എന്ന് ചോദിക്കാം. ആം നോട്ട് ലേറ്റ് എന്താണ്, ആം ഐ ആകും കേട്ടോ. മീനു ഇസ് നോട്ട് വെരി ഡൾ എന്ത് വരും, ഈസ് ഷീ, സോറി മനു, മീനു എന്ന് വായിച്ചു, മനു. ഈസ് ഹി, ടീന ഇസ് എ ഡൾ ഗേൾ, ഈസ് ഇൻ ഷീ. ഓക്കെ, കറക്റ്റ് ആയോ? ആം ഐ മാത്രം മിസ്റ്റേക്ക് വന്നു അല്ലെ. ഓക്കെ, ക്ലിയർ. ഇനി ഇത് കുറച്ചുകൂടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ട് കേട്ടോ. മിസ്സേ മൂന്നാമത്തെ ഒന്നും കൂടി പറയോ? മൂന്നാമത്തെ ഷീ ഹാസ് നോട്ട് ബീൻ ടു സ്വിറ്റ്സർലാൻഡ്. ഷീ ഹാസ് നോട്ട്, അത് ഹാസ് ഷീ വരും, ഹാസ് ഷീ. ശരി, താങ്ക് യു. ഓക്കെ, ഇതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യും. ഇപ്പോ ഇതാണെങ്കിലോ, ഇറ്റ്സ് വെരി ഹോട്ട് ടുഡേ ആണെങ്കിലോ, ഇറ്റ്സ് വെരി ഹോട്ട് ടുഡേ, ടാഗ് എന്ത് വരും? ഇറ്റ്സ് വെരി ഹോട്ട് ടുഡേ. അവിടെ ഇറ്റല്ലേ സബ്ജക്ട് വരാം, അപ്പൊ ഈസിന്റ് ഇറ്റ് വരും കേട്ടോ. ഈസിന്റ് ഇറ്റ് വരും. ദ ബുക്സ് ആർ നോട്ട് ഈസി ആണെങ്കിലോ, ദ ബുക്സ് ആർ നോട്ട് ഈസി. ദ ബുക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരുപാടുണ്ട്. അപ്പൊ എന്ത് വരും അവിടെ? ദേ വരും കേട്ടോ. അപ്പൊ ബുക്സ് ആർ നോട്ട് ഈസി എന്ത് വരും? ആർ ദേ. ഓക്കെ, ആർ ദേ വരും കേട്ടോ. ദീസ് ബുക്സ് ആർ നോട്ട് ഈസി ആണെങ്കിലോ, സോറി ആനന്ദേ ആണ്. ശരിയാണ്, ആർ ദേ. ഇതും സെയിം തന്നെയാണ്, ആർ ദേ തന്നെ വരും കേട്ടോ. ദീസ് ആണെങ്കിലും ദ ബുക്സ് ആണെങ്കിലും അതെല്ലാം ഒരുപാടുണ്ട്. സോ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന സബ്ജക്ട് ദേ ആയിരിക്കും കേട്ടോ. അപ്പൊ ദേ തന്നെയാ വരും, ആർ ദേ തന്നെ വരും കേട്ടോ. ഇനി ദ സൺ ആണെങ്കിലോ, ദ സൺ ഡസ് നോട്ട് ഷൈൻ അറ്റ് നൈറ്റ് ആണെങ്കിലോ എന്ത് വരും? സബ്ജക്ട് എന്ത് വരും അവിടെ? ഇറ്റ് വരും. ഇറ്റ് വരും. ഡസ് ഇറ്റ്. ഓക്കെ, ഡസ് ഇറ്റ് വരും. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? വിൽ ആണെങ്കിൽ എന്ത് വരും? യു വിൽ അറ്റൻഡ് ദ പാർട്ടി. എന്ത് വരും? യു വിൽ അറ്റൻഡ് ദ പാർട്ടി. ബോണ്ട് യു വരും കേട്ടോ. വിൽ നോട്ടിന്റെ ഷോർട്ട് ആണ് ബോണ്ട്. ബോണ്ട് യു വരും. ഓക്കെ, മസ്റ്റ് ആണെങ്കിൽ അറിയാലോ, ആ ടേബിൾ പഠിക്കണം കേട്ടോ. നെഗറ്റീവ്സും പോസിറ്റീവ്സും വരുന്ന ടേബിൾ പഠിക്കണേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ് ചാപ്റ്ററിൽ പറയാനുള്ളത്. ക്ലിയർ ആണ് നിങ്ങൾക്ക്? നോൺ ലിവിങ് തിങ്സ് ആണെങ്കിൽ നമ്മള് ദേ തന്നെയാണ് അല്ലെ? ഇല്ലില്ല, അത് ഒരുപാടുണ്ടെങ്കിൽ മാത്രമാണ്. അത് പ്ലൂറൽ ആണെങ്കിൽ യൂസ് ചെയ്യുള്ളൂ. പ്ലൂറൽ മാത്രമാണെങ്കിൽ അല്ലെ? സിംഗിൾ ആണെങ്കിൽ നമ്മൾ ഇറ്റ് പറയും. ഓക്കെ, അപ്പൊ ഈ ടേബിൾ പഠിച്ചു വെക്കണേ. നെഗറ്റീവ്സ് ആകുന്ന ടേബിൾ പഠിച്ചു വെക്കണം കേട്ടോ. അറിഞ്ഞിരിക്കല്. ഏറ്റവും കൺഫ്യൂസിംഗ് ഉള്ളത് ആം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ ഈ ബേബി ആണെങ്കിലും ഇറ്റ് അല്ലേ? ബേബീനെ ബേബി ആണെങ്കിൽ ഇറ്റ് ആണ്. അതെ അതെ, ഇറ്റ്. കാരണം അവിടെ ജെൻഡർ മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ ഇറ്റ് തന്നെ വരും. പിന്നെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ പറയുന്ന ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസിന്റെ ബേസ് ആയിരിക്കും കേട്ടോ. ടാഗിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ കുറച്ച് എക്സസൈസ് ഉണ്ടല്ലോ ടെക്സ്റ്റില്, ആ എക്സസൈസിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. സോ ഈ എക്സസൈസ് നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ക്ലിയർ ആണോ? മാം ഒരു ഡൗട്ടും കൂടെ. നന്നായിട്ട് ആം ഐ പറഞ്ഞതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? ആം നോട്ട് വരാണെങ്കിൽ ആം ഐ വരും. ആം ഐ വന്നാൽ മതി. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ടാഗ് ചാപ്റ്റർ ഓക്കെ ആണോ? ക്ലിയർ ആണോ? അല്ല, ക്ലിയർ അല്ല. ഒരു സ്റ്റേറ്റ്മെന്റില് ഓക്സിലറീസ് ഹെൽപ്പിംഗ് വേർബ്സ് ഒക്കെ ഡയറക്ട്ലി തന്നിട്ട് അതിന്റെ അടുത്ത് നേരെ നെഗറ്റീവ് ആക്കാം. അത്രയും ഈസിയാണ്. ഈ എക്സസൈസ് ഫുള്ള് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ബേസ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. അല്ലെങ്കിൽ ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം എക്സാമിന് കേട്ടോ. ആ ഒരു ടെൻഷൻ വേണ്ട. ഓക്കെ, അപ്പൊ ടാഗ് കഴിഞ്ഞു. ഇനി എടുക്കാനുള്ള ചാപ്റ്റർ ഏതാ? ടാഗ് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നിങ്ങക്ക് മനസ്സിലായോ? ഇനി എടുക്കാനുള്ള ചാപ്റ്റർ കണ്ടീഷണൽ സെന്റൻസ് ആണ് കേട്ടോ. ഈസി ചാപ്റ്റർ ആണ്, സിമ്പിൾ ആണ്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്.
കണ്ടീഷൻ സെന്റൻസിനെ കുറിച്ച് നിങ്ങൾ ടെക്സ്റ്റിലേക്ക് നോക്കണ്ട കേട്ടോ, ഞാൻ അല്ലാതെ പറഞ്ഞുതരാം. ടെക്സ്റ്റ് നോക്കിയിട്ട് ക്ലിയർ ആകിയെന്ന് വരിക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സീറോ കണ്ടീഷണൽ, ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ, തേർഡ് കണ്ടീഷണൽ, ഇത്രയും കണ്ടീഷണലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, കണ്ടീഷണൽ മീൻസ് ഇപ്പോ നമ്മള് ടാഗ് പഠിച്ചില്ലേ, ടാഗില് ഒരു സെന്റൻസ് ഉണ്ട്, അതിന് ബേസ് ചെയ്തിട്ട് അവർ വാലുമ്പോൾ ഒരു ടാഗ് വരും, അത് ക്വസ്റ്റ്യൻ ടാഗ് വരും. ഇവിടെയാണെങ്കിൽ കണ്ടീഷൻ സെന്റൻസിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇഫ് ക്ലോസ് ഉണ്ട്, മെയിൻ ക്ലോസ് ഉണ്ടാകും. ഓക്കെ, ഇഫ് ക്ലോസും അതുപോലെ തന്നെ മെയിൻ ക്ലോസ് ഉണ്ടാവും. അതാണ് ഇത് കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതില് എത്ര കണ്ടീഷണൽ ഉണ്ട്? സീറോ കണ്ടീഷണൽ ഉണ്ട്, ഫസ്റ്റ് കണ്ടീഷണൽ ഉണ്ട്, സെക്കൻഡ് കണ്ടീഷണൽ ഉണ്ട്, തേർഡ് കണ്ടീഷണൽ ഉണ്ട്. അവർ ട്രിക്കിൽ പഠിപ്പിച്ചു തരാട്ടോ. ഓക്കെ, അതില് എഴുതിക്കൊള്ളൂട്ടോ, ചാപ്റ്ററിന്റെ പേര് എഴുതാ, സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ഈസ് സീറോ കണ്ടീഷണൽ. ഒരു ഇഫ് ക്ലോസ് ഉണ്ടാകും, അതുപോലെ തന്നെ മെയിൻ ക്ലോസ് ഉണ്ടാകും. ഓക്കെ, അത് ഏത് കണ്ടീഷണൽ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഒരു ഇഫ് ക്ലോസും ഒരു മെയിൻ ക്ലോസ് ഉണ്ടാകും കേട്ടോ. ഇഫ് ക്ലോസ് എന്ന് പറയുമ്പോൾ ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് സെന്റൻസുകളില്ലേ. ഇപ്പോ ഇഫ് യു സ്റ്റഡീഡ് വെൽ യു ക്യാൻ പാസ് ദി എക്സാം എന്ന് പറയില്ലേ. നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ എക്സാമിന് പാസ്സാക്കും. ഈ കൈൻഡ് ഓഫ് സെന്റൻസുകളാണ് ഈ പറയുന്ന കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇഫ് ക്ലോസ് ഉണ്ട്, അതുപോലെ മെയിൻ ക്ലോസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇസ് സീറോ കണ്ടീഷണൽ. അപ്പൊ എഴുതിക്കൊള്ളൂ, സീറോ കണ്ടീഷണൽ ഹെഡിങ് കൊടുക്കുക. ഞാൻ പറയുന്ന എക്സാമ്പിൾ എഴുതാം. If you heat water to 100 degrees Celsius, 100 degree ഉണ്ട്, ഡിഗ്രി എനിക്ക് ഏതാണ് ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. ഓക്കെ, 100 degrees Celsius എന്തുണ്ടാവും? അപ്പോ ഒരു 100 degrees Celsius വാട്ടർ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ വെള്ളം തിളയ്ക്കും, ഇറ്റ് ബോയിൽസ്. ഓക്കെ, അപ്പൊ ഇഫ് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് തുടങ്ങുന്ന ആ സെന്റൻസിനെ നമ്മൾ ഇഫ് ക്ലോസ് എന്ന് വിളിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് കോമയ്ക്ക് ശേഷം വരുന്ന സെന്റൻസിനെ നമ്മൾ മെയിൻ ക്ലോസ് എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയോ? ഇഫ് ക്ലോസ് മെയിൻ ക്ലോസ് ഓക്കെ ആണോ? ഇതൊരു സീറോ കണ്ടീഷൻ എക്സാമ്പിൾ ആണ് കേട്ടോ. പിന്നെ ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, സംടൈംസ് അത് വെൻ വെച്ചും സ്റ്റാർട്ട് ചെയ്യാം. വെൻ യു ഹീറ്റ് വാട്ടർ ടു 100 degrees Celsius ഇറ്റ് ബോയിൽസ്. അപ്പൊ ഇഫും യൂസ് ചെയ്യാം, വെന്നും യൂസ് ചെയ്യാം, തെറ്റൊന്നുമില്ല. ഓക്കെ, ക്ലിയർ? അത് എവിടെയെങ്കിലൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ ഇഫ് ക്ലോസും മെയിൻ ക്ലോസും ക്ലിയർ ആണ്. നോട്ട് ചെയ്തിക്കോളൂ, ഞാൻ പറയുന്നതെല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ. വെന്നും യൂസ് ചെയ്യാം, ഇഫിന് പകരം നമുക്ക് വെന്നും യൂസ് ചെയ്യാം. വി ക്യാൻ യൂസ് വെൻ ഇൻസ്റ്റെഡ് ഓഫ് ഇഫ്. ഇതിന് പകരം നമുക്ക് വെന്നും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇഫിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വെനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസ് നമുക്ക് ഇഫ് ക്ലോസ് എന്ന് പറയാം. ആൻഡ് അതിനുശേഷം വരുന്ന സെന്റൻസ് മെയിൻ ക്ലോസ് ആണ്. ഓക്കെ, ആൻഡ് സീറോ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ യൂണിവേഴ്സൽ ട്രൂത്ത്. യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. മനസ്സിലായോ? ഇപ്പൊ സൂര്യൻ കിഴക്കൊതിക്കുന്നു എന്ന് പറയുന്ന യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് വലിയ ആൻസർ പറയാനുണ്ടോ? ഒരിക്കലും ഇല്ല. എനിക്കില്ല കേട്ടോ, നിങ്ങൾക്കുണ്ടെന്ന് അറിയില്ല, എനിക്കില്ല. അതുപോലെ തന്നെയാണ് ഈ വെള്ളം ഒരു 100 degrees Celsius ചൂടാക്കുകയാണെങ്കിൽ ആ വെള്ളം എന്ത് തിളയ്ക്കും. അത് ഒബ്വിയസ്ലി നടക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ട്രൂത്ത്. ഓക്കെ, ഇവിടെ ഇതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരാം, അതാണ് നിങ്ങൾ ആലോചിക്കുന്നത് അല്ലെ? ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരാം. ഇഫ് യു ഹീറ്റ് വാട്ടർ ടു 100 degrees Celsius, ഇറ്റ് ഡാഷ്. അത് ഫില്ല് ചെയ്യാം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വെച്ചിട്ട്. അപ്പോ ഇവിടെ എന്താണ് ആഡ് ചെയ്യേണ്ടതെന്ന് അറിയാം നിങ്ങൾക്ക്. നിങ്ങളത് ആദ്യം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കും. ആ സ്റ്റേറ്റ്മെന്റ് ഏത് കണ്ടീഷനാണ് ഐഡന്റിഫൈ ചെയ്യണം. സീറോ കണ്ടീഷൻ ആണെങ്കിൽ അത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആയിരിക്കും. ഓക്കെ, ക്ലിയർ? സോ നമ്മൾ അവിടെ വരേണ്ട ആ ഡാഷിൽ അവിടെ വരേണ്ടത് എപ്പോഴും വേർബ് ആയിരിക്കും. ഇറ്റ്സ് എ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. സിമ്പിൾ പ്രസന്റ് ടെൻസ് അത് സബ്ജക്റ്റിന് ബേസ് ആയിരിക്കും. ഇറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ബോയിൽസ് വന്നത്. അതവിടെ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ ബോയിലിന് മാത്രമേ വരൂ. മനസ്സിലായോ? അപ്പൊ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് അവിടെ V1 ഫോം ആയിരിക്കും വരാം. ക്ലിയർ?
ഓക്കെ ആണോ? സിംഗുലർ സബ്ജക്ട് ആണെങ്കിൽ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്ട് ആണെങ്കിൽ പ്ലൂറൽ വെർബും ആയിരിക്കും അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഇഫ് ക്ലോസ് എപ്പോഴും ഇഫ് ക്ലോസിൽ വലിയ മാറ്റങ്ങളല്ല. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണോ എന്ന് മാത്രം നോക്കും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ ഡാഷിന്റെ അവിടെ യൂസ് ചെയ്യേണ്ടത് ജസ്റ്റ് V1 ആയിരിക്കും, ബേസ് ഫോം ആയിരിക്കും. അത് സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് വേണം ആഡ് ചെയ്യാൻ. ഇറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ഇതിനനുസരിച്ചുള്ള സിംഗുലർ വെർബ് ആഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ? ആൻസർ പറയോ? ഇഫ് യു ആഡ് 2 and 2 യു ഡാഷ് 4 എന്ത് വരും? ആൻസർ പറയോ? Get. ആണോ? V1 ഫോം. V1 ഫോം ഏതാണ്? ഗെറ്റ് ആണ്. ഗെറ്റ്, ഗോട്ട്, ഗോട്ട് എന്നാ പറയാം അല്ലെ? ഗെറ്റ് ആണ് V1 ഫോം. അവിടെ യു ആണ്, പ്ലൂറൽ ആയതുകൊണ്ട് ഗെറ്റ് ആ വരാം. ഒരിക്കലും ഗെറ്റ്സ് വരില്ല, ഗെറ്റ് ആണ് വരാം. അപ്പൊ യു ഗെറ്റ് 4. ഇഫ് യു ആഡ് 2 and 2 യു ഗെറ്റ് 4. ഇതാണ് സീറോ കണ്ടീഷണൽ. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ടീച്ചറെ 1-2 ക്വസ്റ്റ്യൻ കൂടി തരുമോ ടീച്ചറെ? 1-2 ക്വസ്റ്റ്യൻ തരാം. ഇപ്പൊ തരില്ല, എല്ലാ കണ്ടീഷൻ പറഞ്ഞതിന് ശേഷം തരാം. അപ്പൊ കുറച്ച് ക്ലിയർ ആവും. ഓക്കെ, ഇത് സീറോ കണ്ടീഷൻ ആണ്. സീറോ കണ്ടീഷൻ നോട്ട് കംപ്ലീറ്റ് ആയോ? ക്ലിയർ ആണോ? കംപ്ലീറ്റ് ആയോ? നോട്ട് കംപ്ലീറ്റ് ആയെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ എന്ന് ഹെഡിങ് കൊടുക്കാം. സോറി, ഫസ്റ്റ് കണ്ടീഷൻ. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് കൊടുക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും, അല്ലെങ്കിൽ റിയാലിറ്റി ആയിരിക്കും, പോസിബിലിറ്റി ആയിരിക്കും. അപ്പൊ അത് പോസിബിൾ ആയ കാര്യങ്ങളായിരിക്കും, റിയൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. മനസ്സിലായോ? അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. എഴുതിക്കോളൂ, ഇത് റിയൽ ആയിരിക്കും, പോസിബിൾ ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സ്ട്രക്ചർ ഏതാ? സീറോ കണ്ടീഷൻ സ്ട്രക്ചർ ഇല്ല കേട്ടോ. ഫസ്റ്റ് കണ്ടീഷനില് സ്ട്രക്ചർ ചെയ്താ ഇഫ് പ്ലസ് V1 ആരോ മാർക്ക് ആണ് കേട്ടോ. അത് ഡാഷ് അല്ല, ഇറ്റ്സ് ആരോ മാർക്ക്. നിങ്ങൾ ആരോ മാർക്ക് കൊടുത്താൽ മതി കേട്ടോ. ഇഫിന്റെ കൂടെ V1 ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസ് വില്ലിന്റെ കൂടെ V1 ആയിരിക്കും വരാം. ഓക്കെ, ആരോ മാർക്ക് ഇടണേ, ഡാഷ് അല്ലാതെ ആരോ മാർക്ക് ആണ്. ഈ ആരോ മാർക്ക് ഇടാൻ പറ്റുന്നില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആൻസർ ചെയ്തേ. ഇഫ് യു സ്റ്റഡി വെൽ യു ഡാഷ് പാസ് ദ എക്സാം. എന്ത് വരും? നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ എന്ത് വരും? നീ എക്സാമിൽ പാസ്സാക്കും. ഷുവർ അല്ലേ? പോസിബിൾ ആണ്. പഠിച്ചാൽ നിങ്ങൾക്ക് പാസ്സാകാം. അപ്പൊ എന്ത് വരും? വില്ല് വരും. ഇഫ് യു സ്റ്റഡി വെൽ
യു വിൽ പാസ് ദ എക്സാം. സീറോ കണ്ടീഷനിൽ വില്ലാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ? സോറി, ഫസ്റ്റ് കണ്ടീഷണൽ. ഫസ്റ്റ് കണ്ടീഷനില് മെയിൻ ക്ലോസിൽ വില്ല് വരും. വില്ലിന്റെ കൂടെ V1 ആയിരിക്കും വരും. നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ക്ലിയർ? സീറോ കണ്ടീഷനും ഫസ്റ്റ് കണ്ടീഷനും സെയിം ആണോ? സീറോ കണ്ടീഷനിൽ വില്ലൊന്നുമില്ല. അവിടെ വെർബ് മാത്രമേ വരൂ. അവിടെ വില്ലില്ല, ഒന്നുമില്ല. അവിടെ വെർബ് മാത്രമേ വരൂ. മനസ്സിലായോ? പക്ഷെ ഫസ്റ്റ് കണ്ടീഷനിലൊക്കെ വരാണെങ്കിൽ അവിടെ വില്ല് ഉണ്ടാവും. വില്ല് മസ്റ്റ് ആണ്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ, വില്ലായിരിക്കും. ഓക്കെ, അത് ഒരു റിയാലിറ്റി ആയിരിക്കും കേട്ടോ. അത് മനസ്സിലാക്കണേ, അത് റിയാലിറ്റി ആയിരിക്കും. ഒരു പോസിബിലിറ്റിയും കൂടിയാണ്. അത് മാത്രമല്ല, അവിടെ ഇഫിന്റെ കൂടെ V1 ആയിരിക്കും വരാം. ഇഫ് ക്ലോസില് V1 ആയിരിക്കും വരാം. വെർബ് എപ്പോഴും ഫസ്റ്റ് ഫോം ആയിരിക്കും. അത് നോട്ട് ചെയ്യണം. ഇവിടെ എന്ത് വരും? ഇഫ് ഐ വിൻ ദ ലോട്ടറി, എന്ത് വരും? I will buy a car. I will buy a car. Yeah, I will buy a car. Sometimes the question ഇങ്ങനെയും വരാട്ടോ. If I win the lottery, I dash a car. I dash a car എന്നിട്ട് ഓപ്ഷൻ ഉണ്ടാവും. Will buy, would buy, would have bought എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടാകും. നിങ്ങൾ ആഡ് ചെയ്യേണ്ട എപ്പോഴും എന്തായിരിക്കണം? വിൽ ബൈ ആയിരിക്കണം. വില്ലിന്റെ കൂടെ V1 ആയിരിക്കും വരാം. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ റൂള്. അപ്പൊ എന്തായിരിക്കും? വിൽ ബൈ ആയിരിക്കും വരാം. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ക്ലിയർ? ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. വില്ല് പഠിപ്പിച്ച സമയത്ത് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഒരു കാര്യം പറയാം. നമുക്കിവിടെ നെഗറ്റീവ്സും വരും കേട്ടോ. ഇങ്ങനെയും വരാം. ഇഫ് യു ഡോണ്ട് സ്റ്റഡി യു ഡാഷ് ഫെയിൽ. ഈ ഡോണ്ട് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മുടെ ബേസ് ഫോമിൽ തന്നെ നെഗറ്റീവ് ആണ്. അപ്പോഴും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പ്രസന്റ് ടെൻസ് തന്നെയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വരും? മെയിൻ ക്ലോസിൽ എന്ത് വരും? വില്ല് വരും. ഇഫ് യു ഡോണ്ട് സ്റ്റഡി യു വിൽ ഫെയിൽ. ഇനി തോക്കും. നെഗറ്റീവ്സും പറയാമല്ലോ, പോസിറ്റീവ്സും പറയാം, നെഗറ്റീവ്സും പറയാം. ഇതുവരെ പറഞ്ഞെല്ലാം ക്ലിയർ ആണോ? ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആണോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഒന്നാമത് ഞാൻ എടുക്കുന്ന പോർഷൻ നോർമലി എടുക്കുന്ന പോലെയല്ല, കുറച്ച് സ്പീഡ് ഉണ്ട്. അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, കാരണവും അറിയാം അല്ലെ. പെട്ടെന്ന് കോഴ്സ് തീർക്കണം എന്ന് പറയുന്നത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല കേട്ടോ. അതുകൊണ്ട് പറ്റിയതാണ്. എല്ലാ ടീച്ചേഴ്സിനും അങ്ങനെ പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നില്ല. സോ അതുകൊണ്ട് നോർമലി ഞാൻ ക്ലാസ് എടുക്കുന്നതിനേക്കാൾ കുറച്ച് സ്പീഡ് ഇവിടെ കൂടുതലാണ്. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇല്ലയോ എന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തേ പറ്റും. ഇല്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയും. ഓക്കെ, ഇതുവരെ പറഞ്ഞെല്ലാം ക്ലിയർ ആണ്. ഇനി ഞാൻ ബില്ല് ക്ലാസ് എടുത്തു, ഫ്യൂച്ചർ ടെൻസിൽ ബില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ബില്ല് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു 100% ഷുവർ ആണെങ്കിൽ ബില്ല് യൂസ് ചെയ്യാം, അതിൽ താഴെയാണെങ്കിൽ ഷാൽ യൂസ് ചെയ്യാം, മേ യൂസ് ചെയ്യാം, മൈറ്റ് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു. ഇവിടെയും അതിനെ തന്നെയാണ്. നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം എത്രത്തോളം ഷുവർ ആയിരിക്കും. അപ്പൊ നീ പഠിച്ചില്ലെങ്കിൽ നീ നോക്കും, ഉറപ്പാണ്. നീ പഠിച്ചാൽ ജയിക്കും, നീ പഠിച്ചാൽ ജയിക്കും. നമുക്ക് മാറ്റിയും മറിച്ചും പറയാം. ബില്ല് തന്നെ പറയണമെന്നില്ല, ഷാല് പറയാം, മേ പറയാം. അത് നമ്മൾ നോർമലി നമ്മുടെ ആ സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ച് നമുക്ക് മാറ്റാം. ഓക്കെ, ഇത് ഡേ ടു ലൈഫിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോ പറയുന്നത്. എക്സാമിനെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത് തന്നെ എഴുതിയാൽ മതി, ബില്ല് മാത്രം എഴുതിയാൽ മതി. എക്സാമിന് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷണൽ ക്വസ്റ്റ്യൻ വരാണെങ്കിൽ നിങ്ങൾ ബില്ല് മാത്രം ആഡ് ചെയ്യാം. ഓപ്ഷൻ അങ്ങനെ തന്നെ വരുള്ളൂ, ആ ഒരു പേടി വേണ്ട. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലതും കാണാം. ബില്ല് യൂസ് ചെയ്യാം, ക്യാൻ യൂസ് ചെയ്യാം, മൈറ്റ് യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കാണാം. ഒന്നും തെറ്റിദ്ധരിക്കേണ്ട, നമുക്ക് അവിടെ യൂസ് ചെയ്യാം. നമ്മുടെ സിറ്റുവേഷൻ എന്താണോ, നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണോ അതിനനുസരിച്ച് അവിടെ ചേഞ്ചസ് വരും. ഓക്കെ, സ്വാഭാവികമായിട്ട് ചേഞ്ചസ് വരും. പക്ഷേ എക്സാമിന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, അവിടെ ബില്ല് മാത്രമേ വരൂ. ഓപ്ഷനിലും അങ്ങനത്തെ ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ഒരു പേടി വേണ്ട. ക്ലിയർ ആയോ?
അപ്പൊ ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസും എല്ലാം ഞാൻ തരും. ആദ്യം ഞാൻ ചാപ്റ്റർ എടുത്ത് പോട്ടെ കേട്ടോ, ഏകദേശം ക്ലിയർ ആവട്ടെ. അതിനുശേഷം എല്ലാത്തിനും മിക്സ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഫസ്റ്റ് കണ്ടീഷനിലാണ്. ഫസ്റ്റ് കണ്ടീഷൻ എപ്പോഴും റിയൽ ആയിരിക്കും, പോസിബിൾ ആയിരിക്കും. ഇനി സെക്കൻഡ് കണ്ടീഷണൽ. നെക്സ്റ്റ് വൺ ഇസ് സെക്കൻഡ് കണ്ടീഷണൽ. സെക്കൻഡ് കണ്ടീഷനിൽ ഇതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇഫിന്റെ കൂടെ V2 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് വരും. അവിടെ ബില്ലില്ല, വുഡ് വരും. കാരണം ബില്ലിന്റെ പാസ്റ്റ് ആയി വുഡ് ആയിരിക്കും വരാം. വുഡിന്റെ കൂടെ എപ്പോഴും V1 ഫോം ആയിരിക്കും വരാം. ഓക്കെ, ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ ഓർത്ത് വെക്കാം, V2 ഫോം ആയിരിക്കും. സെക്കൻഡ് V2 ആയിരിക്കും. വെർബിന്റെ സെക്കൻഡ് ഫോം ആയിരിക്കും എന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. അപ്പോ വില്ലിന്റെ പാസ്റ്റ് ആയിരിക്കും വരാം, വുഡ് ആയിരിക്കും വരാം. ഫോർ എക്സാമ്പിൾ, ഇവിടുത്തെ ആൻസർ പറഞ്ഞേ, ഇഫ് ഐ വോൺ എ ലോട്ടറി ഐ ഡാഷ് എ കാർ. ഇഫ് ഐ വോൺ എ ലോട്ടറി എന്നൊക്കെ അവിടെ എന്തും പറയും. കാർ എന്ന് പറയുമ്പോൾ എന്തായാലും അങ്ങനെ പറയണമല്ലോ. ഇഫ് ഐ വോൺ ആണ് യൂസ് ചെയ്തത്. വിന്നിന്റെ പാസ്റ്റ് ഫോം ആയ വോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇഫ് ഐ വോൺ എ ലോട്ടറി എന്ത് പറയും? I would buy a car. I would buy a car. Yes, that's all. If we won the match, and we dash celebrate. If we won the match, we dash celebrate. And the verum. We would celebrate. Good verum. Yes. Example again. If I were a bird, I dash fly. If I were a bird, ഞാനൊരു പക്ഷി ആയിരുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാമായിരുന്നു? I would fly. I would fly. അവിടെ I would fly എന്ന് യൂസ് ചെയ്യാൻ തെറ്റൊന്നുമില്ല. പക്ഷെ കുറച്ചൊരു ആക്ട് എന്തായിരിക്കും? എനിക്ക് പറക്കാൻ കഴിയുമായിരുന്നു എന്ന് പറയണമെങ്കിൽ അതൊരു എബിലിറ്റി ആണ്. അപ്പൊ അവിടെ I could fly. I could fly. I could fly എന്ന് വരും. മനസ്സിലായോ? സംടൈംസ് നമുക്ക് കുഡും യൂസ് ചെയ്യാം ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ. പക്ഷെ ഇവിടെ വുഡ് ആഡ് ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ, മിസ്റ്റേക്ക് ഒന്നും വരില്ല. ഓക്കെ, ഇഫ് ഐ വേർ എ ബേർഡ് ഐ കുഡ് ഫ്ലൈ. പക്ഷെ കുറച്ചൊരു ആക്ട് കുഡ് ആണ്. മനസ്സിലായോ? പക്ഷെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരില്ല. ആ ഒരു പേടിയും വേണ്ട. വുഡിന്റെ ബേസിലായിരിക്കും എക്സാമിന്റെ ക്വസ്റ്റ്യൻ വരാം. പക്ഷെ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയും വരാം, ഇങ്ങനെയും വരും അല്ലെ, ഒരു എബിലിറ്റി ആണ്. ഇങ്ങനെയാണെങ്കിൽ എവിടെ എന്ത് വരും? If she were rich, she dash help you. അവൾ റിച്ച് ആയിരുന്നെങ്കിൽ അവൾ നിന്നെ ഇവിടെ എന്ത് വരും? ഡൗട്ട് വേണ്ട, ആലോചിക്കൂ. അതൊരു എബിലിറ്റി ആണ്. അത്രയും വരെ ചിന്തിക്കേണ്ട. വുഡ് ഓർ ഷുഡ്, വുഡ് ഓർ കുഡ് മാത്രം നോക്കിയാൽ മതി. ഷുഡ് വരില്ല, കാരണം ഷുഡ് ഒരിക്കലും പാസ്റ്റ് അല്ല കേട്ടോ. ഒന്നിന്റെയും പാസ്റ്റ് അല്ല ഷുഡ്, അത് ആദ്യം മനസ്സിലാക്കണേ. ഫുഡ് ക്യാനിന്റെ പാസ്റ്റ് ആണ്, വില്ലിന്റെ പാസ്റ്റ് ഫുഡ് ആണ്. ഓക്കെ, ഇവിടെ എന്ത് വരും? ഇഫ് ഷി വർ റിച്ച് ഷി Would. വുഡ് വരും. അവളെ ഹെൽപ്പ് ചെയ്യായിരിക്കും, വുഡ് വരുവുള്ളൂ. വുഡ്. ഇനി ഇവിടെയും ഫുഡ് യൂസ് ചെയ്യണോണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. മനസ്സിലായോ? വലിയ വലിയ മീനിങ്സിന് ഒരുപാട് മാറ്റങ്ങളൊന്നും ഈ വുഡും കുഡും മാറി മാറി യൂസ് ചെയ്തുകൊണ്ട് വരുന്നില്ല കേട്ടോ. ആ ഒരു പേടിന് വേണം. ഓക്കെ, ഇഫ് ഷി വർ റിച്ച്
She would help you. If I were a bird എന്ന് പറയുമ്പോൾ കുട്ടി വരാൻ കാരണം എന്താണ്? ഞാൻ ഒരു ബേർഡ് ആയിരുന്നെങ്കിൽ എനിക്ക് പറക്കാൻ കഴിയുമായിരുന്നു എന്ന് തോട്ട് നമുക്ക് വരുമല്ലോ. അപ്പൊ കഴിയുമായിരുന്നു എന്ന് പറയണമെങ്കിൽ അവിടെ കൂട്ടായിരിക്കണം വരേണ്ടത്. മനസ്സിലായോ? ഒരു എബിലിറ്റി ആയതുകൊണ്ടാണ് നമ്മൾ ഫുഡ് യൂസ് ചെയ്യുന്നത്. ദാറ്റ്സ് ഓൾ. ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ റൂൾ എന്താണ്? ഇഫിന്റെ കൂടെ V2 ആണെങ്കിൽ വുഡ് യൂസ് ചെയ്യും. അങ്ങനെ തന്നെ പഠിച്ചാൽ. ഇഫിന്റെ കൂടെ V2 ആണെങ്കിൽ വുഡ് യൂസ് ചെയ്യും. ഫസ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ ഇഫിന്റെ കൂടെ V1 ആണെങ്കിൽ വിൽ യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ഇനി തേർഡ് കണ്ടീഷൻ നോക്കാം. തേർഡ് കണ്ടീഷൻ എന്തായിരിക്കും? അപ്പൊ ഇഫിന്റെ കൂടെ എന്തായിരിക്കും വരാം? ഇഫിന്റെ കൂടെ V3 ആണെങ്കിൽ എന്ത് വരും? would have വരും. Would have plus V3 വരും. തേർഡ് കണ്ടീഷനില് ഇഫിന്റെ കൂടെ had V3 ആണെങ്കിൽ, had plus V3 ആണെങ്കിൽ അവിടെ would have plus V3 വരും. would have വരും പഠിക്കാം. ഫോർ എക്സാമ്പിൾ, if I ഇവിടെ മലയാളം ഒരിക്കലും നോക്കരുത് കേട്ടോ. മലയാളീകരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ ഒരു സ്ട്രക്ചർ ബേസ് ചെയ്ത് മാത്രം പറയാം. ഇഫ് ഐ ഹാഡ് ഗോൺ ദ ലോട്ടറി, I would have bought a car. would have bought a car. That's all. Okay. സെക്കൻഡ് കണ്ടീഷൻ എന്തായിരിക്കും? ഒരു ഇമാജിനേഷൻ ആണ്, ഇമ്പോസിബിൾ സിറ്റുവേഷൻസ് ആണ് കേട്ടോ സെക്കൻഡ് കണ്ടീഷൻ. തേർഡ് ഏകദേശം അങ്ങനെ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ സീറോ കണ്ടീഷനിൽ നമ്മള് വേർബ് ആണ് നോക്കാം. വേർബ് സിംഗുലർ പ്ലൂറൽ നോക്കുന്നു. ആൻഡ് ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മൾ ഇഫ് ക്ലോസ് V1 ആണ് യൂസ് ചെയ്തെങ്കിൽ മെയിൻ ക്ലോസ് വില്ല് വരും. സെക്കൻഡ് കണ്ടീഷനിൽ ഇഫ് ക്ലോസിൽ V2 ഉണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് വരും. ആൻഡ് തേർഡ് കണ്ടീഷനിൽ ഇഫ് ക്ലോസിന്റെ കൂടെ ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് വരും. ക്ലിയർ? ഇഫ് ക്ലോസിൽ ഹാഡ് ഉണ്ടെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് വരുന്ന പഠിക്കുക. ഇതാണ് സീറോ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കണ്ടീഷണൽ. ഈ റൂൾ മാത്രം പഠിക്കുക, ഈ സ്ട്രക്ചർ മാത്രം പഠിക്കുക. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അതൊക്കെ ഓക്കെയാണ്, കറക്റ്റ് ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എക്സാമിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. വില്ല്, വുഡ് ഹാവ്, ഇത് മാത്രം നിങ്ങൾക്ക് ആൻസർ ചെയ്യേണ്ടി വരുള്ളൂ കേട്ടോ. വേറെ ഒന്നും വരില്ല. കൺഫ്യൂസിംഗ് ആക്കുന്ന ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇതാണ് കണ്ടീഷണൽ സെന്റൻസ്. പെട്ടെന്ന് തീർത്തൊന്നും വിചാരിക്കണ്ട. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് നാളെയും ഞാൻ തന്നെയാണ്. നമ്മുടെ ചാപ്റ്റേഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നാളെ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് പറയാം കേട്ടോ. എല്ലാവരും നിങ്ങളും കുറച്ചൊക്കെ നോക്കിയിട്ട് വരും. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഓക്കെ, ചിലപ്പോ നാളത്തോടുകൂടി എന്തെങ്കിലും കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ ക്ലാസ് എന്തായാലും വെക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, ഒന്ന് കോപ്പറേറ്റ് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. നാളെ ഇവരൊക്കെ ചോദിക്കാം. എന്താണെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഒന്ന് റിവൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ റിവിഷൻ ചെയ്തിട്ട് വരും. എന്ത് ഡൗട്ട്സ് ആണെങ്കിലും ചോദിക്കാം. 7th ചാപ്റ്റർ ഇമ്പോർട്ടന്റ് അല്ല, ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കുറവാണ് കേട്ടോ. 7th ചാപ്റ്റർ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, 7th ചാപ്റ്റർ ഒഴികെ, 7th ചാപ്റ്റർ അല്ല, 1, 7, 16, 17 ഈ ചാപ്റ്റേഴ്സ്, ഈ 4 ചാപ്റ്റേഴ്സ് ഒഴികെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും മെയിൻ എക്സാമിനായിരിക്കട്ടെ, മെയിൻ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, നാളെ ഇതിന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് ടേം എക്സാമിന് ഇമ്പോർട്ടൻസും ഞാൻ പറ്റുവാണെങ്കിൽ നാളെ പറയാം. നാളെ സമയമില്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടാണെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് ഓൾ. എക്സാമിന് ഒത്തിരി ടെൻഷൻ ഒന്നും അടിക്കേണ്ട കേട്ടോ. ഇപ്പോഴും ഞാൻ പറയാണ്, കുറച്ച് സ്പീഡിൽ പോയിട്ടുണ്ട്, സംഭവിച്ചു. പക്ഷെ എക്സാമിനെ അത് ബാധിക്കില്ല. നിങ്ങൾ അതിനെ ഓർത്തൊന്ന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. വൈൻഡപ്പ് ചെയ്യാം. എല്ലാ ടെൻഷനും മാറ്റി വെച്ചിട്ട് നാളെ ഫ്രീ ആയിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. എന്നോട് സംസാരിക്കേണ്ടതാണ് കേട്ടല്ലോ. വൈവ ടെൻഷൻ ഒക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ എല്ലാവരും മസ്റ്റാർഡ് ക്ലാസ്സിൽ നാളെ ജോയിൻ ചെയ്യണം കേട്ടോ. മസ്റ്റാർഡും ജോയിൻ ചെയ്യണേ. സോ താങ്ക് യു all. See you on the next class. Okay, bye to all. Thank you, ma'am. Thank you, ma'am.